നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനാകാൻ പോവുകയാണ്. ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ കക്കനാട് ജയിലിനകത്ത് ബോബി ചെമ്മണ്ണൂരുണ്ട്. അധികം വൈകാതെ പുറത്തിറങ്ങുമെന്നാണ് അറിയുന്നത്. ജയിലിന് പുറത്ത് നമുക്ക് വലിയ ആൾക്കൂട്ടത്തെ കാണാൻ കഴിയുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ ജയിൽ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് ബോബി ചെമ്മണ്ണൂർ ഫാൻസിനെ, ബോച്ചെ ഫാൻസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ഒരുപാട് പേരെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇന്ന് ഹൈക്കോടതി ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ബോബി ചെമ്മണ്ണൂർ കുറ്റം ചെയ്തിട്ടുണ്ട്. ലൈംഗിക ചുവയോടെയുള്ള പരാമർശം തന്നെയാണ് നടത്തിയത്. അതുകൊണ്ട് കുറ്റക്കാരനല്ല എന്ന് പറയാൻ കഴിയില്ല. കുറ്റക്കാരനാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിഞ്ഞിട്ടുണ്ട് എന്ന നിരീക്ഷണത്തോടെ, വിമർശനത്തോടു കൂടി തന്നെയാണ് എന്തായാലും ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. ഇനി ഒരു പുതിയ മനുഷ്യനായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമോ എന്നതാണ് കാണേണ്ടത്. നിഷാദ്, പുറത്ത് കാണുന്ന ജനങ്ങൾ നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ബോച്ചെ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടാവണമെങ്കിൽ, തിരുത്തണമെങ്കിൽ, ഞാൻ ചെയ്ത കാര്യത്തെ ഈ നാട് അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നണം. ഒരു നിരാശാബോധം ഉണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പുറത്തു വരുന്ന അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ സംഘടിച്ചാൽ അദ്ദേഹത്തിന് എന്താണ് തോന്നുക? ഞാൻ തെറ്റൊന്നും ചെയ്യാതിരിക്കുകയും ഈ സിസ്റ്റം എന്നെ വേട്ടയാടുകയും ചെയ്തെന്നാണല്ലോ. അയാളെ എൻകറേജ് ചെയ്യാണ് പരമാവധി ചെയ്യുക എന്ന് മാത്രമല്ല. ഇപ്പം നോക്കൂ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോയാൽ പോലും ബോച്ചെ ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് വീഡിയോകൾ കാണാൻ പറ്റും. കേരളത്തിലെ അത്യാവശ്യം കൊള്ളാവുന്ന വാർത്താ പോർട്ടലുകൾ പോലും ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള PR സ്റ്റോറികൾ നിരന്തരമായി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോയി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണേണ്ട കാര്യം, നമ്മളിപ്പോൾ ഈ നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് തോന്നുന്നു ഈ വിഷയം സംസാരിക്കുന്നത്. ഈ വിഷയത്തിന് താഴെയുള്ള കമൻറ്റുകളിൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്ന്, നിങ്ങൾ എന്തിനും ബോച്ചയെ ന്യായീകരിക്കാൻ പോകുന്നു, ബോച്ചെ എങ്ങനെയാണിത് പറഞ്ഞത്, അത് ഹണി റോസിൻ്റെ സ്വയംകൃതാനർത്ഥമാണ്, അവരുണ്ടാക്കിയിട്ടുള്ള പ്രശ്നമാണ്, അവർ ഏറ്റുവാങ്ങിയതാണ് എന്ന നിലയ്ക്കുള്ള കമൻറ്റുകൾ നല്ല നിലയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് ബോച്ചെ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. അതായത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ, അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, സിനിമ നടി എന്ന നിലയ്ക്കുള്ള അവരുടെ ഫെയിമിനെ സെല്ല് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളാണ് അവർ. അതിൻ്റെ ഭാഗമായിട്ട് അവർ അപ്പിയർ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള സവിശേഷമായ തരത്തിൽ അവർ അപ്പിയർ ചെയ്യും. നിയമത്തിന് വിരുദ്ധമായതല്ലാത്ത വിധം, നിയമവിരുദ്ധമായി പറ്റില്ല. അപ്പോൾ അങ്ങനെ അപ്പിയർ ചെയ്യുന്ന ആളുകളെ നമുക്ക് വെർബൽ റേപ്പ് ചെയ്യാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയാണ്, നിങ്ങൾ കുറച്ച് മോഡേൺ ആയിട്ടാണ് വസ്ത്രം ധരിക്കുന്നതെങ്കിൽ നിങ്ങൾ വെർബൽ റേപ്പ് ഡിസേർവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന ഒരു തലമുറ, അല്ല ഒരു കൂട്ടം ആളുകൾ ഈ നാട്ടിലുണ്ട്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ബോച്ചെ. ബോച്ചെ ഒരു വ്യക്തിയല്ല, ബോച്ചെ ഒരു സമൂഹത്താണ് എന്നിരിക്കെ ആ സമൂഹത്തിന് ഒരു മാറ്റവും ഈ അറസ്റ്റിന് ശേഷം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയപ്പോൾ കമൻറ്റുകൾക്ക് താഴെ വന്ന് ജയ് വിളിക്കുന്ന, അദ്ദേഹം അകത്തിട്ടപ്പോൾ അനീതിയാണ് നടപ്പിലാക്കപ്പെടുന്നത് പറയുന്നത്, ഒരു പെണ്ണ് ബഹളം വെച്ചാൽ ഏതാണും അകത്തു പോകുന്ന ഗുരുതരമായ സാഹചര്യം ഇന്ത്യയിലുണ്ടെന്ന് വിലപിക്കുന്ന മനുഷ്യരെയാണ് ബഹുഭൂരിപക്ഷവും കാണുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ബോച്ചയെ മനസ്താപത്തിലേക്ക് കൊണ്ടുവരാൻ, അദ്ദേഹത്തെ നിർമ്മലമായ മനസ്സിനുടമയാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇവിടെയില്ല. കുറച്ചുകൂടി ജയ് വിളിക്കുന്ന, നിങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കൂട്ടം പുറത്ത് കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബോച്ചെ ഉള്ളുകൊണ്ട് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹം കേരളത്തിലെ പ്രമുഖനായ വക്കീലിനെ വെച്ച് വാദിച്ചിട്ട് കൂടി ഇത് നിഷ്കളങ്കമായിട്ട് നിങ്ങൾ പറഞ്ഞതാണ് എന്നൊന്നും പറയണ്ട എന്ന് കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ജാമ്യം കിട്ടാൻ കാര്യം, ജാമ്യ ഹർജി മാത്രമാണ് കോടതി പരിഗണിച്ചിട്ടുള്ളത്. കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും ജാമ്യ ഹർജിയുടെ ഘട്ടത്തിൽ കോടതി പോവില്ല. അത് വിശദമായി ട്രയൽ നടക്കുമ്പോൾ പരിഗണിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടില്ല അങ്ങനെ ഹണി റോസ് എന്ന് പറഞ്ഞ ഒരു വലിയ കക്ഷിയൊന്നും അല്ല എന്നിവരൊരു ഇവരുടെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു. അത് കോടതി പറഞ്ഞു നിങ്ങളത് വീണ്ടും വരെ അധിക്ഷേപിക്കുകയാണ്, ഇത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അത് നിങ്ങളത് പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊന്നും ദ്വയാർത്ഥ പ്രയോഗമല്ല എന്നും പറയേണ്ടത് കോടതി പറഞ്ഞു. അപ്പോൾ കോടതിക്ക് പോലും ഒറ്റ കോടതി വീഡിയോകളൊക്കെ ഇന്ന് പരിശോധിച്ചു. വീഡിയോ പരിശോധിക്കുന്ന ആരും പിന്നെ ബോച്ചയ്ക്ക് അനുകൂലമായി സംസാരിക്കാൻ കഴിയില്ല. അത്ര വൃത്തികെട്ട തരത്തിലുള്ള കമൻറ്റുകളാണ് അദ്ദേഹം ഹണി റോസിനെ കുറിച്ചും അല്ലാത്തവരെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതിയിൽ നിന്ന് കിട്ടുന്ന ഈ തിരിച്ചടി അദ്ദേഹത്തെ നിശ്ചയമായും വക്കീൽ ഉപദേശിക്കുമായിരിക്കും. ഇന്ന് പുറത്തിറങ്ങി പോയിട്ട് വീണ്ടും ഈ ദ്വയാർത്ഥ ഡയലോഗ് അടിച്ച് ആളാവാൻ നിന്നാൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വിവരം അറിയും എന്ന്. അതിൽ 6 ദിവസം ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് ശരിയാണ് സംഭവം, ഞാൻ ഒരു ഹീറോ ആണെന്നൊക്കെ സ്വയം തോന്നുമെങ്കിലും ആ ഹീറോയിസം എടുക്കാൻ പറ്റിയ ഒരു നിയമപരമായ കളത്തിലല്ല ഇപ്പോൾ ഉള്ളത് എന്നൊരു സൂക്ഷ്മത അദ്ദേഹത്തിന് വന്നേക്കും. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സംഗതി കുറച്ചൊന്ന് ഡൈലൂട്ട് ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കണം. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കേസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടും വക്കീലിൻ്റെ ഉപദേശം ഉള്ളതുകൊണ്ടും അദ്ദേഹം കുറച്ചേക്കും. അല്ലാതെ ബോബി ചെമ്മണ്ണൂർ നന്നാകും എന്ന് വിചാരിക്കാൻ. നേരത്തെയും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ തരത്തിലുള്ള പരാമർശം നടത്തുമ്പോൾ അദ്ദേഹം തിരുത്തിയിട്ടില്ല എന്നത് കാണണം. എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്തതിൽ തെറ്റൊന്നുമില്ല. ഒരു മനുഷ്യനെ എന്തിൻ്റെ പേരിലായും മറ്റൊരു മനുഷ്യനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതിൽ ന്യായമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു തലമുറ അദ്ദേഹത്തിന് കൈയടിക്കാൻ ഇവിടെ ഉണ്ട് എന്ന് നിർഭാഗ്യം. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ നന്നായി കളയും എന്നെനിക്ക് തോന്നുന്നില്ല.
നിയമത്തിന് അദ്ദേഹത്തെ അടക്കി നിർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. യെസ്, പക്ഷേ ഇവിടെ നിഷാദ് കാണേണ്ടത് രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ത് തെറ്റാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊരു ചിന്താഗതിയുള്ള ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ ഉണ്ട് എന്നുള്ളത് അത് എത്രത്തോളം വലിയ ആപൽക്കരമാണ്. എന്തുകൊണ്ടാണ് തെറ്റ്, അതല്ലെങ്കിൽ ആ പറഞ്ഞതിൽ തെറ്റ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാത്തത്? അത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പ്രശ്നവും കൂടിയാണ്. ഇപ്പം രാഹുൽ ഈശ്വർ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് സംസാരിക്കുന്ന, കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ അജിംസ് പറഞ്ഞു ഞാനൊരു ജാതിവാദിയാണ്, ഞാനൊരു മതവാദിയാണ്, ഞാനൊരു ബ്രാഹ്മണനാണ് എന്നൊക്കെ പറയുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു എന്താ പറയുക, അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ, ആ കൾച്ചറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്ത്രീകൾ എവിടെയൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം, സ്ത്രീകൾക്ക് എവിടേക്കൊക്കെ വരാൻ കഴിയും, സ്ത്രീകൾ എന്തൊക്കെ തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്നതുപോലെയുള്ള കാര്യങ്ങൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ കൾച്ചറൽ ഹിസ്റ്ററിയെ മുൻനിർത്തിക്കൊണ്ടുകൂടിയാണ് അദ്ദേഹം അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെ ആ നിലയ്ക്ക് സ്വാധീനിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സ്ത്രീകൾക്ക് എത്താൻ പറ്റുന്ന എവിടെയൊക്കെ വരാം, സ്ത്രീകൾക്ക് എത്ര വരെയൊക്കെ സംസാരിക്കാം, സ്ത്രീകൾക്ക് എത്ര വരെയൊക്കെ വസ്ത്രം ധരിക്കാം, പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുമ്പോൾ അതിന് എന്തുമാത്രം തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടാവും. ഈ കാര്യത്തിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെക്കുന്ന, അദ്ദേഹം തന്നെ പറയുന്ന വാല്യൂ സിസ്റ്റം എന്ന വാക്കെടുത്താൽ അത് വെച്ചിട്ടാണ് ഇത്രയേ പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പ്രഥമ ദൃഷ്ടി അതിന് അനീതിയുണ്ട്. ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാത്രം മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചോണം, അല്ലാത്തവർക്ക് എന്തുമാകാം. ഗ്രൂപ്പ്, ഞാൻ പറഞ്ഞ ജെൻഡറിനെ കുറിച്ചാണ്. ആകാം എന്ന് പറയുന്നതിനകത്ത് ഗുരുതരമായ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഒരു തരത്തിൽ ബോബി ചെമ്മണ്ണൂർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്യാനുള്ള കാരണം ഹണി റോസ് ആണെന്ന് പറയുന്ന ഒരുതരം ഡോഗ് വിസിലിംഗ് ആണത്. വരൂ ആക്രമിക്കൂ, നമുക്കതിന് ന്യായമുണ്ട് എന്ന് പറയലാണ്. അത് ശരിയല്ല. ബോബി ചെമ്മണ്ണൂരിനെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിന് രാഹുൽ ഈശ്വർമാരെയും നിയന്ത്രിക്കാൻ പറ്റണം. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിലും അവരുടെ പേഴ്സണൽ സ്പേസിലും കയറി അഭിപ്രായം പറഞ്ഞ് അവരെ ഒരു ട്രോമയിലേക്ക് തള്ളിവിടുന്നത് ഒരർത്ഥത്തിലും നല്ല ഒരു നിലപാടല്ല. യെസ്, തീർച്ചയായും. അജിംസ് പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് നിന്ന് തുടരാം. ഞാൻ ബെയിൽ ഓർഡർ, ജാമ്യ ഉത്തരവ് വായിക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ജഡ്ജിക്ക് അതിൽ എന്താണ് അതിൻ്റെ അശ്ലീലം എന്താണ്, അതിൽ സ്ത്രീവിരുദ്ധത എന്താണ്, ഡബിൾ മീനിങ് എന്താണ്, ബോഡി ഷേമിങ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി ബോബി ചെമ്മണ്ണൂരിൻ്റെ വീഡിയോസ് കണ്ട ജഡ്ജിക്ക് മനസ്സിലായി. അദ്ദേഹം പറയുന്ന ബെയിൽ ഓർഡറിൽ പറയുന്നത് ഏതൊരു മലയാളിക്കും അത് മനസ്സിലാവും. അത് കണ്ട അത് ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് മനസ്സിലാവും എന്നുള്ളതാണ്. പക്ഷേ ഇത് മനസ്സിലാവാത്ത ഈ ലോകത്ത് ഒരൊറ്റ ആളുള്ളത് ബോബി ചെമ്മണ്ണൂരാണ്. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, അദ്ദേഹം അതിൽ മാപ്പ് പറയുമോ എന്നെനിക്ക് തോന്നുന്നില്ല. അതിന് തോന്നുന്നില്ല എന്ന് പറയാൻ കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്, അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ആരാധക വൃന്ദമുണ്ട്. ആ ആരാധക വൃന്ദം ബോബി ചെമ്മണ്ണൂരിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയോ മറ്റ് ബിസിനസ്സിനെയോ ആരാധിക്കുന്നവർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്ത്രീവിരുദ്ധതയെ കൂടി ആരാധിക്കുന്നവരാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ എത്ര നല്ല മനുഷ്യനാവട്ടെ, എത്രയധികം മനുഷ്യരെ സഹായിക്കുന്ന ഒരു കോടീശ്വരനാകട്ടെ, ഒരു വേദനിക്കുന്ന കോടീശ്വരനാകട്ടെ, അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാകട്ടെ, ഒരാൾ സ്ത്രീവിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളോടൊപ്പം നിൽക്കാനോ അയാളെ ആരാധിക്കാനോ അയാളെ ഫോളോ ചെയ്യാനോ ആർക്ക് കഴിയും? അപ്പോൾ അത് ഈ സ്ത്രീവിരുദ്ധത അത്ര പ്രശ്നമല്ല എന്ന് ധരിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ധാരാളം ആളുകൾ ബോച്ചയുടെ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ മെൻറ്റാലിറ്റിയുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പോൾ ഹണി റോസ് അങ്ങനെ നടന്നിട്ടല്ലേ, അവർ ആ വസ്ത്രം ധരിച്ചുകൊണ്ടല്ലേ ഇങ്ങനെ അശ്ലീലം പറഞ്ഞത് അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധത പറഞ്ഞത്? അങ്ങനെ നടക്കാത്ത എല്ലാ സ്ത്രീകളെയും ബോബി ചെമ്മണ്ണൂർ അങ്ങനെ പറയുന്നില്ലല്ലോ. ഇതാണ് ഒരു ന്യായവാദം. ഈ ന്യായവാദം ശരിയാണ്. അതായത് ഹണി റോസിനെ പറ്റി ബോബി ചെമ്മണ്ണൂരിന് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്, റൈറ്റുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നടപടിയാണ് കേരളം. അതാണ് യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത്. ഒരു ബോബി ചെമ്മണ്ണൂർ അങ്ങനെ ആയതല്ല, ബോബി ചെമ്മണ്ണൂർ ചെയ്ത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം മനുഷ്യർ ഇവിടെയുണ്ട്. അവിടെയാണ് ഇന്നത്തെ കോടതി ഉത്തരവ് വളരെ പ്രസക്തമാകുന്നത്. കാരണം ഇങ്ങനൊരു കേസ് ഉണ്ടാവുകയും ഇങ്ങനൊരു കേസിൽ കോടതി ഇതൊരു പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്ന കേസാണെന്ന് കണ്ടെത്തുകയും ജാമ്യം നൽകിക്കൊണ്ട് തന്നെ അതേസമയം ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ട്, ഈ ചെയ്തത് കുറ്റമാണ്, ഇത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ കോടതി ബോധ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളൊരു ഉത്തരവ് വരുന്നത് ഒരു തരത്തിൽ സമൂഹത്തെ സ്വാധീനിക്കുക കൂടി ചെയ്യും. കാരണം ഇതൊന്നും നിയമത്തിൻ്റെ സ്കാനറിൽ അല്ലെങ്കിൽ നീതി വ്യവസ്ഥയുടെ സ്കാനറിൽ പെടാതെ പോകുന്ന കുറ്റകൃത്യങ്ങളാണ്. ഒരു സ്ത്രീ തൻ്റെ ജീവിതകാലത്ത് പല ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഒരു സ്ത്രീ കടന്നു പോകുന്നുണ്ടാവും ഏതെങ്കിലും ഘട്ടത്തിൽ. അപ്പോൾ അതൊന്നും അതിലൊന്നും FIR ഇടുകയോ അതിൽ പോലീസ് അന്വേഷണം നടക്കുകയോ അറസ്റ്റ് ഉണ്ടാവുകയോ ഒരാൾ ജയിലടപ്പെടുകയോ ചെയ്യുന്നില്ല. ഒരു ഒഫൻസാണ് എന്ന്, ആ ഒഫൻസിൻ്റെ മേൽ മനുഷ്യർ ഹേർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന്, മനുഷ്യർ വേട്ടയാടപ്പെടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം എന്നിരിക്കെ പോലും നിയമത്തിൻ്റെ സ്കാനറിൽ വരാത്ത ചില കുറ്റകൃത്യങ്ങളാണിത്. അങ്ങനെ നിയമത്തിൻ്റെ സ്കാനറിൽ പെടാതെ പോകേണ്ട ഒരു കുറ്റകൃത്യമല്ല ഇത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ, എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഇന്നത്തെ കോടതി നടപടികൾക്ക് സാധിക്കും. ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ ബോബി ചെമ്മണ്ണൂർ ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ വിചാരണ സമയത്ത് ഈ കുറ്റമൊന്നും തെളിയിക്കാൻ
പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്ന് വരില്ല, ഒരുപക്ഷെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് നിയമപരമായ സ്വന്തം സമ്പത്ത് കൊണ്ടോ അദ്ദേഹത്തിന് വേണ്ടി രാമൻപിള്ളിയാണ് ഹാജരാകുന്നത്. ചിലപ്പോൾ അദ്ദേഹം ഈ കേസിൽ നിന്ന് ഊരിപ്പോയേക്കാം. എങ്കിൽ പോലും ഈ നടപടികൾ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട നടപടികൾ സമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നൊരു നടപടിയാണ്. അതിന് തക്ക സമയത്ത് ഇപ്പോൾ ഒരുപക്ഷെ അമ്മയുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രിയങ്കരിയായ നടി ഹണി റോസ് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ത്വരിതഗതിയിലുള്ള നടപടികൾക്കുണ്ടായത്. എല്ലാ കാര്യത്തിലും ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇതിലും ഗുരുതരമായ ഒരു കുറ്റം ചെയ്ത ഒരാൾ ഇപ്പോഴും കേസെടുക്കപ്പെട്ട ഒരാൾ ഇപ്പോഴും സ്വതന്ത്രനായിട്ട് നടക്കുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിന് ഇതിന് നടപടി ഉണ്ടാവുന്നില്ല. അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഭരണകൂടം ഒരു കാര്യത്തിൽ എടുക്കുന്നൊരു നിലപാട്, സ്വീകരിക്കുന്ന നടപടികൾ സമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ ഹണി റോസിൻ്റെ കാര്യത്തിൽ ഈ ഭരണകൂടം കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം ഒരു പരാതി ലഭിച്ചു, ത്വരിതഗതിയിൽ അതിൽ അറസ്റ്റുണ്ടായി, പ്രോസിക്യൂഷൻ വളരെ കൃത്യമായ കേസ് വാദിച്ചു, കോടതി അതനുസരിച്ച് നടപടി കൊടുത്തു. ഇത് സമൂഹത്തിന് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്, ഒരു എഡ്യൂക്കേഷനുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. സ്ത്രീവിരുദ്ധതയുടെ കാര്യത്തിൽ മാത്രമല്ല, വർഗീയതയുടെ കാര്യത്തിലും വിദ്വേഷ പ്രസംഗത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഭരണകൂടം ഇങ്ങനെ ഇടപെട്ടാൽ മാത്രമേ അതില്ലാതാവൂ. അതല്ല, ഭരണകൂടം ആഗ്രഹിക്കുകയാണ് കുറച്ച് സ്ത്രീവിരുദ്ധത നടന്നോട്ടെ അല്ലെങ്കിൽ കുറച്ച് വിദ്വേഷ പ്രചാരണം നടന്നോട്ടെ എന്നൊരു ഭരണകൂടം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വളരെ തന്നെ ചെയ്യും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഞാൻ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, ഒരു നാട്ടിൽ മാറ്റം കൊണ്ടുവരുന്നത് മാധ്യമങ്ങളോ സാംസ്കാരിക പ്രവർത്തകരോ എഴുത്തുകാരോ നടന്മാരോ സാഹിത്യകാരന്മാരോ അല്ല, രാഷ്ട്രീയ പ്രവർത്തകരാണ് എന്ന് പറയാൻ കാരണം, ഭരിക്കുന്നവർക്കേ ഒരു നാട്ടിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയൂ. നിയമനിർമ്മാണത്തിലൂടെ, നീതി നിർവഹണത്തിലൂടെ ഒരു നാട്ടിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ആ ഒരു നീതി നിർവഹണം, ഒരു നിയമ നടപടി എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയെ, ഒരു കേസിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുവഴി സമൂഹത്തിന് വേറൊരു എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. സമൂഹം ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ ഭരണകൂടം ഇടപെടണം, അല്ലെങ്കിൽ ഈ ഭരണകൂടത്തെ തിരുത്താവുന്ന രീതിയിൽ ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടണം. ഇവിടെ പ്രശ്നം നേരെ തിരിച്ചാണ്. ഒരുപാട് മനുഷ്യർ ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ശരിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ആ ബോധത്തെ മാറ്റിമറിക്കാനെങ്കിലും ഇന്നത്തെ കോടതിയുടെ ആ ജാമ്യ ഉത്തരവ് സഹായിച്ചത് നന്നായി. യെസ്, അതാണ്. ബോബി ചെമ്മണ്ണൂരിനെ പോലെ നിരവധി പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്ത്രീകൾ എന്ത് ചെയ്താലും എന്ത് വേഷം ധരിച്ചാലും അതിൽ കുറ്റം കാണുന്നവർ, ഡബിൾ മീനിങ്ങിൽ സംസാരിച്ച സ്ത്രീകളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊന്നും ഈ കേസോടുകൂടി നല്ലവരാകും, അവരുടെ സ്വഭാവം മാറ്റുമെന്നൊന്നും കരുതുന്നില്ല. പക്ഷേ അവർക്ക് ഇതൊരു മെസ്സേജ് തന്നെയാണ്. ഇനി ഏത് പ്രമുഖനായാലും പരാതി വന്നു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്നത് തന്നെയാണ്.